എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഡിസ്ക് പ്രൊലാപ്സ്, സയാറ്റിക്ക, സ്പോണ്ടിലോസിസ് എന്നിവയിൽ വേദനയ്ക്ക് കാരണം നീർക്കെട്ടാണോ അതോ ഡിസ്ക് നാഡിയിൽ അമർന്നതാണോ എന്ന വിഷയമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. ഡിസ്ക് നാഡിയിൽ അമരുന്നതുകൊണ്ടാണ് നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാകുന്നതെന്നാണ് ആധുനിക ചികിത്സാരീതിയിലുള്ളവർ പറഞ്ഞിരുന്നത്. നാഡിയിലെ സമ്മർദ്ദം ഒഴിവാക്കാനായി പലതരത്തിലുള്ള ഓപ്പറേഷനുകൾ ചെയ്തിരുന്നു. കൂടാതെ ഡീകംപ്രഷൻ തുടങ്ങി പലതരത്തിലുള്ള ട്രാക്ഷനുകളും ചെയ്തിരുന്നു. എന്നാൽ വേദനയ്ക്ക് കാരണം നീർക്കെട്ടായതിനാൽ ഇത്തരം രീതികൾ കൊണ്ടൊന്നും വേദന മാറിയില്ല. വേദനയ്ക്ക് കാരണം നീർക്കെട്ടാണെന്ന് ആദ്യമായി വിവിധ മീഡിയകളിൽ കൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ലഭ്യമല്ലാതിരുന്ന 1988 മുതലുള്ള കാലഘട്ടങ്ങളിൽ 10 വർഷക്കാലം ഇതേക്കുറിച്ച് പഠനം നടത്തി 1999 എല്ല് ഡിസ്ക് തേയ്മാനത്തിൽ ആധുനിക ചികിത്സാരീതി കാളവണ്ടി യുഗത്തിലേക്കോ എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകത്തിൽ അന്നുവരെയുള്ള വിശ്വാസങ്ങൾക്ക് എതിരായി ഡിസ്ക് പ്രൊലാപ്സ്, സയാറ്റിക്ക, സ്പോണ്ടിലോസിസ് എന്നിവയിൽ വേദനയുണ്ടാകാനുള്ള കാരണം നീർക്കെട്ടാണെന്നും അതിനുള്ള ചികിത്സയും വിശദമാക്കിയിട്ടുണ്ട്. തുടർന്ന് 2001 എല്ല് ഡിസ്ക് തേയ്മാനവും വിവിധ ചികിത്സാരീതികളും എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ചികിത്സാരീതികളെയും വിലയിരുത്തി അവരാരും ഡിസ്കുമായി ബന്ധപ്പെട്ട ചികിത്സകളല്ല ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടെത്തുകയും ആ പുസ്തകത്തിൽ ശരീരത്തിൽ നീർക്കെട്ടുണ്ടാകുന്നത് എങ്ങനെയെന്നും അതിൻ്റെ ഓരോരോ ഘട്ടങ്ങളും നീർക്കെട്ടിൻ്റെ വിവിധ ഘട്ടങ്ങൾ സാധാരണക്കാർക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നും കൂടാതെ വേദന, നീർക്കെട്ട് എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ എന്ത്, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചെഴുതി. 2002 കേരളത്തിൽ ആദ്യമായി നടന്ന ലോക ആയുർവേദ കോൺഗ്രസ്സിലും ഞാൻ ഈ പേപ്പർ അവതരിപ്പിച്ചിരുന്നു. അതേ തുടർന്ന് ഞാൻ ഒരു ബുക്കും അന്ന് എഴുതിയിരുന്നു. 2006 അമേരിക്കയിലെ മേരിലാൻഡിൽ വെച്ച് നടന്ന ഇൻഫ്ലമേഷൻ റിസർച്ച് അസോസിയേഷൻ എന്ന രാജ്യാന്തര സംഘടന ഡിസ്ക് പ്രൊലാപ്സ്, സ്പോണ്ടിലോസിസ്, സയാറ്റിക്ക എന്നിവയ്ക്ക് കാരണം നീർക്കെട്ടാണ് എന്ന കണ്ടെത്തൽ തിരഞ്ഞെടുത്തിരുന്നു. എൻ്റെ 2 പേപ്പറുകളാണ് അന്ന് തിരഞ്ഞെടുത്തത്. ഇന്നും ആ അബ്സ്ട്രാക്റ്റ് ഇൻ്റർനെറ്റിൽ നിന്നും നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. 1988 മുതൽ ഇന്ന് വരെ എല്ലാ ചികിത്സാരീതിയിലും ഉള്ളവരെ എനിക്കെതിരായിരുന്നു. കാരണം അവർ ഡിസ്ക് പ്രൊലാപ്സിനുള്ള ചികിത്സ ചെയ്യുന്നവരായിരുന്നു. എൻ്റെ കണ്ടെത്തൽ പ്രചാരത്തിലായാൽ അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന ഭയന്ന് അവർ എന്നെ നഖശിഖാന്തം എതിർത്തിരുന്നു. അതിനെ എതിർക്കാൻ ഞാൻ വിവിധ മാഗസിനുകളിൽ ലേഖനങ്ങൾ എഴുതി. ഇതുകൂടാതെ വിവിധങ്ങളായ പരസ്യങ്ങൾ കൊടുത്തു. 2002 ലോകായുർവേദ കോൺഗ്രസ്സിൽ അവതരിപ്പിച്ച ബുക്കിൽ തന്നെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പുസ്തകത്തിൻ്റെ വില തിരിച്ചു നൽകാമെന്നും ഇനി എല്ലോ ഡിസ്കോ തേയില്ലെന്ന് പരസ്യം ചെയ്യില്ലെന്നും 20,000 രൂപ ഞാൻ അവർക്ക് സമ്മാനമായി കൊടുക്കാമെന്നും പറഞ്ഞിരുന്നു. 2003 എഴുതിയ പുസ്തകത്തിൽ 20,000 എന്നത് 50,000 ആക്കി മാറ്റി പുറംചട്ടയിൽ തന്നെ കാര്യം അച്ചടിച്ചു. 2005 ഈ 50,000 മാറ്റി 1,00,000 ആക്കി. ഇതുകൂടാതെ നിരവധി മാഗസിനുകളിൽ ഡിസ്ക് തള്ളുന്നു എന്ന് പറയുന്നത് തെറ്റാണെന്നും ആ ഡിസ്ക് തള്ളുന്ന ചെയ്യുന്ന ചികിത്സകൾ തെറ്റാണെന്നും പറഞ്ഞ് കൊല്ലങ്ങളോളം കാർട്ടൂണുകൾ ഉൾപ്പെടുത്തി പരസ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്കെതിരെ വരുന്ന എതിർപ്പുകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ സ്പോണ്ടിലോസിസ്, ഡിസ്ക് പ്രൊലാപ്സ്, സയാറ്റിക്ക എന്നിവയിൽ നീർക്കെട്ടുണ്ട് എന്ന് വിവിധങ്ങളായ പഠനങ്ങളിൽ കാണുന്നു. എന്നാൽ ഡിസ്കിൽ ബ്ലഡ് വെസൽസോ നെർവസോ ഇല്ല. അതുകൊണ്ട് ഡിസ്കിൽ നീരുണ്ടാവുന്നില്ല. പിന്നെ നീരെങ്ങനെ വന്നു? അപ്പോൾ ഇവർ പറയുന്ന ഒന്നുമല്ല കാരണമെന്ന് വസ്തുനിഷ്ഠമായിട്ട് എനിക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം മുമ്പ് ഞാൻ പറഞ്ഞത് അത് ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഈ രോഗികൾ ഈ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല.
1988 മുതൽ എന്നെ വിമർശിച്ച പലരും ഇന്ന് മൗനത്തിലാണ്. മാത്രമല്ല അവരിൽ പലരും ഇത്തരം രോഗികളിൽ നീർക്കെട്ടിന് ചികിത്സിക്കുന്നു എന്നും കൂടെ അവർ പറയാറുണ്ട്. സത്യത്തിന് ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി എന്ന വ്യത്യാസമില്ല. ഒരു സമയം ഒരു സത്യം മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളെത്തിയിട്ടും ഞാൻ പറയുന്ന കാര്യത്തിൽ യാതൊരു മാറ്റമില്ലാതിരിക്കുന്നത്. അത് ഇന്നും സത്യമായി തുടരുകയും ചെയ്യുന്നു. ഡിസ്ക് പ്രൊലാപ്സ്, സയാറ്റിക്ക, സ്പോണ്ടിലോസിസ് എന്നിവയാണെന്ന് വിവിധതരം പരിശോധനകളിൽ കണ്ടെത്തിയവർ അവരിലുള്ള നീർക്കെട്ടും വേദനയും ഏറ്റവും എളുപ്പത്തിൽ മാറ്റുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അയച്ചു തരുന്നതാണ്. അടുത്ത വീഡിയോയിൽ യഥാർത്ഥ ഡിസ്കിന് പകരം പാവ ഡിസ്ക് അല്ലെങ്കിൽ ബൊമ്മ ഡിസ്ക് കാണിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയെക്കുറിച്ചും ഇതുകൂടാതെ യഥാർത്ഥ നട്ടെല്ലും ഡിസ്കിനെക്കുറിച്ചും, എന്താണ് ഡിസ്ക്, അതിൻ്റെ സ്ഥാനം എവിടെയാണ്, അത് തള്ളിപ്പോവില്ല എന്ന് മെഡിക്കൽ സയൻസിൽ പറയാനുള്ള കാരണം എന്താണ്, MRI സ്കാനിങ്ങിൻ്റെ ചിത്രത്തിൽ ഡിസ്ക് തള്ളി നിൽക്കുന്നതായി കാണുന്നത് എന്തുകൊണ്ടാണ്, MRI സ്കാൻ റിസൾട്ടും ഫിലിമും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്താണ്, MRI സ്കാനിങ്ങിൽ ഉറപ്പായിട്ട് രോഗം നിർണ്ണയിക്കുന്നതിന് പകരം തോന്നിയത് അത് ഇംപ്രഷൻ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എങ്ങനെയാണ്, തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. തൽക്കാലം വിടാം.